ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ലൈലത്തുൽ ഖദർ എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ അത് ഇന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്കില്ല. വർഷത്തിലെ ഏതോ ഒരു ദിവസം വരാൻ സാധ്യതയുള്ള, റമദാനിലാകാൻ ഏറെ സാധ്യതയുള്ള, റമദാനിൽ തന്നെ അവസാന 10 മുമ്പും വരാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ 17-ാം രാവിന് പോലും ആകാൻ സാധ്യതയുള്ള, എന്നാൽ അവസാനത്തെ 10 കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതനുസരിച്ച് പ്രവാചകൻ തന്നെ അവസാന 10 തന്റെ ജീവിതകാലം മുഴുവനും ഒരു വർഷം പോലും ഒഴിവാക്കാതെ ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 സാധ്യത ഏറെയാണ്. അതിൽ തന്നെ ഒറ്റയായ രാവുകളാണ് കൂടുതലായി നമ്മളോട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 21-ാം രാവും 23-ാം രാവും 25-ാം രാവും നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അത് മൂന്നും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രികൾ തന്നെയാണ്. ഇനി 29-ാം രാവ് വരാനിരിക്കുന്നുമുണ്ട്. അതും ഒരുപക്ഷെ ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള രാത്രിയാണ്. അതിനിടയിലാണ് നമ്മൾ 27-ാം രാവിന് എല്ലാ വർഷങ്ങളിലും ഒരുമിച്ച് കൂടാറുള്ളത് പോലെ ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഇത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ അസ്ഥാനത്താകാനുള്ള സാധ്യതയില്ല. കാരണം ലാ യജ്തമി ഉമ്മത്തി അലൽ ദലാല, എന്റെ സമുദായം ഒരു തെറ്റായ കാര്യത്തിന്റെ മേൽ ഏകോപിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമുദായം ഏകോപിച്ചൊരു കാര്യം തീരുമാനിക്കുന്നെങ്കിൽ, ഒരു കാര്യത്തിന് മേൽ ഒരുമിക്കുന്നെങ്കിൽ ആ കാര്യം ശരിയാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. 27-ാം രാവിന് ഇങ്ങനെ പള്ളികളിൽ ആളുകൾ സംഗമിക്കുക എന്നുള്ളത് നമ്മുടെ പ്രദേശത്തിന് മാത്രമല്ല, ലോകത്തെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ 27-ാം രാവിന് ആളുകൾ സംഗമിക്കുകയും അർദ്ധരാത്രി വരെയോ അല്ലെങ്കിൽ പുലർച്ചെ വരെ, സുബഹി വരെയൊക്കെ ഈ പ്രാർത്ഥനകളിൽ, ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു രീതി കാലങ്ങളായി നിലവിലുണ്ട്. അത് ഇന്നലെ തുടങ്ങിയതുമല്ല. സലഫു സാലിഹ്യങ്ങളുടെ കാലം മുതൽ, പൂർവികരായ നല്ല മനുഷ്യന്മാരുടെ കാലത്തും ഇങ്ങനെ ഒരു പതിവുണ്ട്. പരിശുദ്ധമായ 2 ഹറമുകൾ, മക്ക ഹറമിലും മദീന ഹറമിലും ഇതേപോലെ 27-ാം രാവിനെ ലക്ഷക്കണക്കായ മനുഷ്യന്മാർ സംഗമിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെ നമ്മുടെ നാളുകളിൽ നടക്കം പ്രത്യേകമായി 27-ാം രാവിന് അവിടെ കൂടാൻ വേണ്ടി യാത്ര ചെയ്തു പോകാറുമുണ്ട്. ഹറമിന്റെ പരിസരത്തെ ലോഡ്ജുകളെല്ലാം തിങ്ങി നിറയുന്നൊരു സമയമാണ് വിശുദ്ധ റമദാന്റെ അവസാനത്തെ 10. ഈ പ്രാവശ്യം യുദ്ധത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ പോലും കഴിഞ്ഞ വർഷങ്ങൾ വരെ അങ്ങനെയായിരുന്നു 2 ഹറമുകളിലെയും അവസ്ഥ. അവിടെയൊക്കെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഈ 27-ാം രാവിൽ നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു സമൂഹം, കോടിക്കണക്കായ മനുഷ്യന്മാർ ഈ അർദ്ധരാത്രിയിൽ പ്രാർത്ഥനാ നിരതരാകുന്ന ഒരു ദിവസം വേറെയില്ല. വർഷത്തിൽ ഒരു ദിവസത്തിലും ഇത്ര കോടിക്കണക്കായ മനുഷ്യന്മാർ ഒരേ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി വേറെ ഉണ്ടാകൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി അങ്ങനെ ആയില്ലെങ്കിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംഗമം അള്ളാഹുവിന്റെ ഭവനത്തിൽ, പടച്ചതമ്പുരാൻ ഈ ഭൂമി ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനമാണ്, പള്ളിയാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയവും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും സ്വീകാര്യതയുള്ള സമയവും അർദ്ധരാത്രിക്ക് ശേഷവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംഗമം ഒരിക്കലും ലൈലത്തുൽ ഖദർ ആയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ സംഗമം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നായിരുന്നു ലൈലത്തുൽ ഖദർ എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ വേണ്ടി വന്നപ്പോൾ പ്രവാചകൻ അത് മറന്നുപോയി എന്നാണ് പറഞ്ഞത്. എന്നെ അത് മറപ്പിക്കപ്പെട്ടു.
രണ്ടാളുകൾ തമ്മിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന കണ്ടപ്പോൾ എന്നിൽ നിന്ന് ആ വിവരം ഉയർത്തപ്പെട്ടു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് നന്മയായിരിക്കാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. അപ്പൊ അങ്ങനെ അത് മറപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നാം എല്ലാവരും ഇങ്ങനെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിലൊക്കെ പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ പോലെ കൃത്യമായ ഒരു ദിവസം നമുക്ക് നിജപ്പെടുത്തി തന്നിരുന്നെങ്കിൽ ഈ അവസാന പത്തിൽ കാണുന്ന ഈ ദീർഘമായ പരിശ്രമങ്ങൾ സത്യത്തിൽ നമ്മളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ടൊരു നന്മ തന്നെയാണ്. അപ്പൊ അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്നുള്ളത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. തന്നെയല്ല, സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖരായ 3 സഹാബാക്കൾ അവരഭിപ്രായപ്പെട്ടതും ഞങ്ങളുടെ അഭിപ്രായത്തിൽ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. അതിൽ അതിപ്രധാനിയാണ് ബഹുമാന്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത് ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിഗമനവും ഒരു അഭിപ്രായമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള പ്രമുഖനായ ഒരു സഹാബി അങ്ങനെ പറയണമെങ്കിൽ അതൊരിക്കലും ഒരു പാഴ്വാക്കാകാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത ഉമറിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു പ്രവാചകത്വത്തിനുള്ള യോഗ്യത, പ്രവാചകനെ കൊണ്ട് അവസാനിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഇനി നബിയായി വരേണ്ടിയിരുന്നത് ഉമറായിരുന്നു. അത്രമാത്രം ഇൽമും തഖ്വയും പാണ്ഡിത്യവും കഴിവും സൂക്ഷ്മതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്നെയല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തിനനുസരിച്ച് വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും അവതരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്ത് കഴിയുമ്പോൾ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്തുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലിയാക്കണമെന്ന് ഖുർആനിലുണ്ട്. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിസ്കരിക്കണം. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനോട് അഭിപ്രായപ്പെടുന്നത്. ഈ തവാഫ് കഴിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ കല്ലിന് പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും അതനുസരിച്ച് ഖുർആനിൽ ഈ ആയത്ത് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അതുപോലെ ധാരാളം സന്ദർഭങ്ങൾ മദ്യത്തിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത്. പ്രവാചകന്റെ പത്നിമാർ ഒരു വേള കൂടുതൽ ജീവിത വിഭവങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സഹാബത്തിനോട് മുഷാവറ ചെയ്തു, എന്ത് ചെയ്യണം, എന്റെ ഭാര്യമാർ കൂടുതൽ ജീവിത വിഭവങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, താങ്കൾക്ക് ആ ഭാര്യമാരെ തലാഖ് ചെല്ലാമല്ലോ, വേറെ പെണ്ണുങ്ങളെ കിട്ടൂലേ. ഈ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് വിശുദ്ധ ഖുർആൻ അവതരിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രമുഖനായ ഒരു സഹാബി ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംഗമത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ ആളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്റെ അഭിപ്രായത്തിൽ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് തന്നെയാണ്. അദ്ദേഹമാണെങ്കിൽ റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളുടെ ഹെഡ്, അതിന്റെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിനെ ഒരു വ്യാഖ്യാനം പറയാൻ ഏറ്റവും അർഹതയുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. മറ്റൊരാൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങളിൽപ്പെട്ട അതിപ്രമുഖനായ ഒരു കാര്യമാണ്, പ്രമുഖനായ ഒരു സഹാബിയാണ്, അൻസാരിയാണ് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉബയ്യെ, അല്ലാഹു എന്നോട് നിനക്ക് ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് ഓതിത്തരാൻ വേണ്ടി അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ട് കരഞ്ഞുപോയിന്നാ. അദ്ദേഹം ചോദിച്ചു, നബിയെ, 7-ാം ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് എന്റെ പേര് പറഞ്ഞിട്ടാണോ അള്ളാഹ് അങ്ങനെ പറഞ്ഞതെന്ന്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. എന്റെ പേര് പടച്ചോൻ പറയോ, ഉബയ്യ് ഇബ്നു കഅബിനെ ഓതിക്കൊടുക്കാൻ പറയുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പേര് പറഞ്ഞിട്ടാണ് അള്ളാഹു എന്നോട് പറഞ്ഞത്, നിനക്ക് ഓതിത്തരാൻ. എത്ര വലിയൊരു അംഗീകാരമാണ്. പടച്ചോൻ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നബിയോട് ഓതി കൊടുക്കാൻ പറയുക. ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ് തറാവീഹ് നമസ്കാരം ഉമർ റളിയല്ലാഹു തആല അൻഹു
ഒരു ജമാഅത്തായി നടപ്പിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ കാലത്തും തറാവീഹ് നമസ്കാരം ഒറ്റ സംഘടിതമായ ജമാഅത്തായിരുന്നില്ല. ചില ആളുകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കും, ചിലര് ചെറിയ ജമാഅത്തുകളായി നിസ്കരിക്കും. ആ ഒരു രീതി മാറ്റിയ ആൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു മാറ്റം വരുത്തുന്നത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പള്ളിയിൽ തന്നെ പല ജമാഅത്തുകൾ നടക്കുന്നത് കാണുകയാണ്, തറാവീഹിന്റെ പല ജമാഅത്തുകൾ. അപ്പോഴാണ് അദ്ദേഹം തീരുമാനിച്ചത് ഇവരെല്ലാം കൂടി സംഗമിപ്പിച്ച് ഒരൊറ്റ ജമാഅത്തായി ഒരു ഇമാമിന്റെ കീഴിലാക്കി നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന വലിയ ഖാരിയായ ഖുർആൻ പണ്ഡിതനെ ഇമാമാക്കി നിർത്തിക്കൊണ്ട് തറാവീഹ് നമസ്കാരം ഒറ്റ ജമാഅത്താക്കി നടപ്പിലാക്കി. പിറ്റേന്ന് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ച, ഇന്നലെ വരെ പല പല സംഘങ്ങളായി നിസ്കരിച്ചിരുന്ന ആളുകൾ ഒരൊറ്റ ജമാഅത്തായി ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതൊരു നല്ല ബിദ്അത്താണ്. ഇത് റസൂൽ ചെയ്തിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ലെങ്കിലും ഞാനാണ് ഇത് തുടങ്ങിയാൽ പോലും ഇതൊരു നല്ല കാര്യമാണ്. അത് ഇന്നും നമ്മൾ തുടർന്നു വരികയാണ്, ഒരു ജമാഅത്ത് ഒരു പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള പ്രമുഖരായ 3 സഹാബാക്കൾ അഭിപ്രായപ്പെട്ടത് 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. മാത്രമല്ല പിൽക്കാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കളായ പലരും, അബൂ യസീദുൽ ബിസ്താമി റഹ്മഹുല്ലാ ലോകം കണ്ട സുപ്രസിദ്ധനായ സൂഫിയാണ് അദ്ദേഹം, വലിയ വലിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ലൈലത്തുൽ ഖദർ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാ റമദാനിലും ഞാൻ എത്തിക്കാഫിരിക്കലുണ്ട്, പക്ഷെ എനിക്ക് 2 പ്രാവശ്യം എനിക്ക് ലൈലത്തുൽ ഖദർ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അടയാളങ്ങൾ സഹിതം ഞാനന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ലൈലത്തുൽ ഖദർ. ആ 2 ദിവസവും റമദാനിന്റെ 27-ാം രാവായിരുന്നു എനിക്ക് അനുഭവപ്പെട്ട. അതുപോലെ ഉസ്മാൻ ഇബ്നു അബില്ലാസ് എന്ന് പറയുന്ന വലിയ പ്രമുഖനായ ഒരു വലിയൊരു സൂഫി വര്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അടിമ എന്റെ അടുക്ക് ഒരിക്കൽ വന്നു പറഞ്ഞു, വർഷത്തിൽ ഒരു ദിവസത്തിൽ കടൽ വെള്ളത്തിന് രുചിമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ദിവസം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ആ രുചിമാറ്റം വരുന്ന ദിവസം റമദാൻ 27-ാം രാവിനായിരുന്നു. ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങളിൽപ്പെട്ട ചില അടയാളങ്ങൾ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഒരു മിതശീതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഒന്നുണ്ടാകുക. ലാ ഹാറത്തം വലാ ബാരിദ, വലിയ ചൂടുണ്ടാവൂല, വലിയ തണുപ്പുണ്ടാവൂല. അന്തരീക്ഷത്തിൽ മിതശീതോഷ്ണം നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥ. ചെറിയൊരു ചാറ്റൽ മഴയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ട്. സഹാബാക്കൾ മദീന മസ്ജിദിൽ സുജൂദ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ നെറ്റിയിൽ മണ്ണ് പുരണ്ടു, ചെളിയും മണ്ണും പുരണ്ടു എന്ന് പറയുന്നുണ്ട്. അന്ന് മദീന പള്ളിയുടെ ഓലയുടെ ഇടയിലൂടെ വീണ മഴവെള്ളത്തിലൂടെ ഞങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ ഞങ്ങളുടെ നെറ്റിയിൽ മണ്ണും ചെളിയും ആയി എന്ന് സഹാബത്ത് രേഖപ്പെടുത്തുന്നു. അവർ ചെറിയ ചാറ്റൽ മഴയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ട്. അതുപോലെ അന്നത്തെ രാത്രി സർവ വൃക്ഷങ്ങളും ഒരു സാഷ്ടാംഗം നമിച്ചതുപോലെ ഉയർന്നു നിൽക്കാതെ ഒരു താഴ്ന്ന് അതിന്റെ ഇലകളെ തളർത്തിയിട്ടിരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്ന ദിവസം വൃക്ഷങ്ങൾ പോലും വിനയാന്വിതരായി നിൽക്കുന്നത് പോലെ വിശ്വാസിക്ക് അനുഭവപ്പെടും. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തത്തുൽ ഉശംസുലാ ശിഅഅല, കിരണങ്ങളില്ലാതെ സൂര്യൻ ഉദിക്കും. എല്ലാ ദിവസവും ഉദയസൂര്യന് കിരണങ്ങളുണ്ട്. മനുഷ്യൻ അവന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് സൂര്യനെ നോക്കാൻ കഴിയില്ല. പക്ഷെ ഖദറിന്റെ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉദിക്കുന്ന ഉദയസൂര്യന് കിരണങ്ങൾ ഉണ്ടാകില്ല. നഗ്നനേത്രങ്ങളെ കൊണ്ട് സൂര്യനെ കാണാൻ സാധിക്കും. കാരണം കോടിക്കണക്കായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. മലക്കുകളെ അള്ളാഹു പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മലക്കുകളുടെ പ്രകാശം, ആ പ്രകാശത്തിൽ സൂര്യന്റെ പ്രകാശം മങ്ങിപ്പോവുകയാണ്. അതിന്റെ രശ്മികൾ അനുഭവവേദ്യമല്ലാതെ പോവുകയാണ്. അങ്ങനെയുള്ള ചില അടയാളങ്ങളൊക്കെ ഈ ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാൻ വേണ്ടി പറയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് മഹത്തുക്കൾ പറയുന്നുണ്ട്, ഒരാൾക്ക് ലൈലത്തുൽ ഖദർ മനസ്സിലായാൽ അത് മറ്റുള്ളവരോട് പറയരുത്. ഇന്നായിരുന്നു ലൈലത്തുൽ ഖദർ എന്ന് ഒരാൾക്ക് തോന്നിയാൽ, ബോധ്യപ്പെട്ടാൽ അത് മറ്റുള്ളവരോട് പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ അന്നോടുകൂടി ഇബാദത്ത് മതിയാക്കും. 21-ാം രാവിലെ ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ ഇന്നായിരുന്നു ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ആരും 23-നും 25-നും 27-നും ആരും വരില്ല. അത് മനസ്സിലായ ആളുകൾ അവരുടെ മനസ്സിൽ വെക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ചില മഹത്തുക്കളായ ആളുകൾ ഈ 27-ാം രാവിനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദറിലെ സൂറത്തിൽ 30 വാക്കുകളുണ്ട്, കെലിമത്ത്. സലാമുൻ ഹിയ എന്ന് പറയുന്ന കെലിമത്ത്
സലാമുൻ ഹിയ, ആ രാത്രി രക്ഷയാണ്. ആ കലിമത്ത് 27ാമത്തെ കലിമത്താണ്. 30-ൽ 27ാമത്തെ കലിമത്താണ് ഹിയ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അതോടുകൂടി സൂറത്ത് തീരുകയാണ്. 27, 28, 29, 30. അപ്പൊ അതുകൊണ്ട് തന്നെ 27 ഹിയ, ആ രാത്രി എന്ന് സൂചിപ്പിക്കുന്ന ആ ഇഷാറത്തിന്റെ ഇസ്മ. അത് 27ാമത്തെ വാക്ക് ആയതുകൊണ്ട് 27 രാവിലാണെന്ന് പറയുന്നവരുണ്ട്. വേറെയും ചില രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണം 7 ഒറ്റയായ എണ്ണങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിൽ തന്നെ 7 പടച്ചോന് പ്രത്യേകം ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് അള്ളാഹു വലിയ വലിയ പല സൃഷ്ടികളെയും 7 സൃഷ്ടിച്ചത്. ആകാശങ്ങൾ 7, ഭൂമികൾ 7, സമുദ്രങ്ങൾ 7, ഭൂഖണ്ഡങ്ങൾ 7, ആഴ്ചയിലെ ദിവസങ്ങൾ 7. ഇങ്ങനെ വലിയ വലിയ പടച്ചോന്റെ സൃഷ്ടികളിൽ 7 എന്നൊരു സംഖ്യ അള്ളാഹു തആല നിലനിർത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 വരുന്നത് ഈ 7 27. അതുകൊണ്ട് 27 ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ രീതിയിൽ അഭിപ്രായപ്പെടുന്ന മഹത്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ചില തെളിവുകൾ, ലൈലത്തുൽ ഖദർ എന്നുള്ളത് 9 അക്ഷരമാണ്. എണ്ണി നോക്കിയാൽ 9 അറബി അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദർ. അത് സൂറത്തുൽ ഖദറിൽ 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ 3, 9, 27. അതുകൊണ്ടും 27 സമർത്ഥിക്കുന്നവരുണ്ട്. ഏതുമാകട്ടെ, ഈ 27 രാവിനാകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് എന്ന് ഇത്തരത്തിലുള്ള പല തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ സംഗമം ഒരിക്കലും നിരാശപ്പെടാനില്ല, ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്ന് പറയാനാണ് ഞാൻ ഇത് ആമുഖമായി പറഞ്ഞു വെച്ചത്. എന്താണ് ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം? എല്ലാവർക്കും അറിയാം, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രി എന്നാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവുമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. 1000 മാസത്തിനും 1000 മാസം എന്നുള്ളത് 83 വർഷവും 4 മാസത്തിനും തുല്യമാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. അതിനേക്കാൾ എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ കാളെന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. അത് ഒരു പരിധിയില്ലാത്തൊരു എണ്ണാണത്. അതുകൊണ്ട് ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നതിൽ അപ്പുറമാണെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഈ ലൈലത്തുൽ ഖദർ ഒരു ജീവിതത്തിൽ ഒരാൾക്ക് എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ കിട്ടിയാൽ പോലും ഒരു നേരത്തെ സുബഹി നമസ്കാരത്തിന് പകരമല്ല. അത് മനസ്സിലാക്കണം. ഒരു ലൈലത്തുൽ ഖദർ കൊണ്ട് എല്ലാം നേടിപ്പോകാമെന്ന് വിചാരിച്ചു വന്ന ആളുകളോടാ പറയുന്നത്, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ലൈലത്തുൽ ഖദർ കിട്ടിയാലും ജീവിതകാലത്ത് നഷ്ടപ്പെട്ട ഒരു സുബഹി നമസ്കാരത്തിന് പകരാവൂല. ഒരു സുബഹി നമസ്കാരം ഇതുകൊണ്ട് പരിഹരിക്കൂല. ഒരു ഫർദിനും ലൈലത്തുൽ ഖദർ പരിഹാരമല്ല. ലൈലത്തുൽ ഖദർ എന്നുള്ളത് പുണ്യം അധികരിക്കാൻ വേണ്ടിയുള്ളതാണ്. അടിസ്ഥാനപരമായ ഒരു ഫർദും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടൂല. ഒരു ഫർദ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ജീവിതം മുഴുവനുള്ള ലൈലത്തുൽ ഖദർ കൊണ്ട് ഒരു ഫർദിന് ഖളാ വീട്ടാൻ പറ്റില്ല. പരിഹാരമല്ല. ഒരു ളുൽമിന് പരിഹാരമല്ല. തന്റെ സഹോദരനെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിന് ഒരിക്കലും നിങ്ങൾക്ക് 1000 ലൈലത്തുൽ ഖദർ കിട്ടിയാലും പരിഹാരമാവൂല. അതിന് വേറെ വഴി നോക്കണം. അതിന് അവന്റെ അടുക്കൽ ചെന്നിട്ട് കാല് പിടിച്ച് പറയണം, ഞാൻ നിന്നെ ളുൽമ ചെയ്തിട്ടുണ്ട്, നിന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നിന്റെ ഗീബത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവനോട് കാല് പിടിച്ച് അവൻ ക്ഷമിച്ചാൽ മാത്രമേ അതിന് പരിഹാരമാവുള്ളൂ. ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് അതൊന്നും പരിഹരിക്കപ്പെടൂല. ആരെങ്കിലും സാമ്പത്തികമായി ആരുടെ അടുക്കൽ നിന്ന് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അർഹതയില്ലാത്തൊരു 10 പൈസ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവനെ ലൈലത്തുൽ ഖദർ കിട്ടിയാലും അതിന് പരിഹാരമാവൂല. അതിന് അനർഹമായി പറ്റിയത് തിരിച്ചു കൊടുക്കണം. പലിശ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് പടച്ചവനോട് തൗബ ചെയ്യണം. അതിനൊന്നും ലൈലത്തുൽ ഖദർ പരിഹാരമാവൂല. അതൊന്നും ലൈലത്തുൽ ഖദർ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹുക്കൂക്കുകളാണ്. അത് ആ നിലക്ക് അതിനെ പരിഹരിക്കണം. പടച്ചോനുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ബാധ്യതകൾ അത് ആ നിലക്ക് പരിഹരിക്കണം. ലൈലത്തുൽ ഖദർ എന്നുള്ളത് അത് നമുക്ക് തരാൻ തന്നെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വേദനയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകനോട് പൂർവിക സമുദായത്തിൽപ്പെട്ട ശംഊനുൽ ആസി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. നമുക്കറിയാം പൂർവികർക്ക് ആയുസ് കൂടുതലായിരുന്നു. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 60-70 ഇടയിലാണ്. പൂർവ്വ സമുദായത്തിലെ ആളുകൾ 100 കണക്കിന് വർഷം ജീവിച്ചവരാ. നൂഹ് നബിയെ 950 കൊല്ലം ദഅവത്ത് നടത്തിയ ആളാണ് നൂഹ് നബി. അദ്ദേഹത്തിന്റെ ആയുസ് 1000-ന്റെ മുകളിലാണ്. അതൊരു പ്രവാചകന്റെ മാത്രം ആയുസല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശരാശരി ആയുസ് ഇതുപോലെയായിരിക്കും. പക്ഷെ ഈ ഉമ്മത്തിന് അല്ലാഹു തആല ആയുസ് കുറച്ചു കൊടുത്തു. അപ്പൊ ഈ ഉമ്മത്ത്
ആ സമുദായത്തോട് കടപിടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആയുസ് കുറഞ്ഞവരെന്ന നിലയ്ക്ക് അമലുകൾ കൂടുതൽ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടണം, കൂടുതൽ പ്രതിഫലങ്ങൾ ലഭിക്കും. അതിനുവേണ്ടിയാണ് 1000 വർഷക്കാലം ശത്രുക്കളോട് ഒരു ഒട്ടകത്തിന്റെ താടിയെല്ല് കൊണ്ട് യുദ്ധം ചെയ്ത ഒരു മനുഷ്യന്റെ കഥ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തപ്പോഴാണ് നബി തങ്ങൾ കരഞ്ഞുപോയത്. അങ്ങനെയുള്ള ആളുകളൊക്കെ പൂർവിക സമുദായത്തിലുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് അവരോട് അങ്ങനെ കടപിടിക്കും. അപ്പോഴാണ് ഈ ഖദറിന്റെ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത് നമുക്കിത് ഔദാര്യമായി കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ഈ രാത്രിയിൽ എന്താണ് നടക്കുന്നത്? ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹക്കീം. ഇതാണ് അതിന്റെ പ്രാധാന്യം. ഈ രാത്രിയാണ് അല്ലാഹു അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്, പക്ഷെ കാര്യങ്ങൾ അതിന്റെ കാര്യക്കാരിലേക്ക് പടച്ചോൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ്. മുദബ്ബിറാത്തുൽ ഉമൂർ, മലക്കുകൾ, നമ്മുടെ ആയുസ്, നമ്മുടെ റിസ്ക്, നമ്മുടെ വിജയപരാജയങ്ങള്, ഇത്തരം കാര്യങ്ങളൊക്കെ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ലാഭനഷ്ടങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, ഇത്തരം മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തേക്കുള്ള മനുഷ്യന്റെ കാര്യങ്ങളെ അതുമായി ഉത്തരവാദിത്തപ്പെട്ട മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഈ രാത്രിയിലാണ്. അസ്രായിലിന്റെ കയ്യിലേക്ക് ഒരു ലിസ്റ്റ് ഏൽപ്പിക്കുന്നുണ്ട് പടച്ചോൻ. ഈ ഒരു വർഷം പിടിക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് അത് ഇന്ന് കൈമാറും. കഴിഞ്ഞ വർഷം കൈമാറിയ ആളുകളിൽ അവസാനത്തെ ആളെയും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് അസ്രായേൽ അത് പിടിക്കും. അപ്പൊ നമ്മൾ പടച്ചോനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സിൽ നീ ബറക്കത്ത് നൽകണം. പടച്ചോനോട് ആവശ്യപ്പെടുക. ആയുസ് നീട്ടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാന്നാണ് അർത്ഥം. ഈ ഇവിടെ 100-100 കൊല്ലം പോത്തിനെ പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ആയുസ് കുറവാണെങ്കിലും ആയുസ് കൊണ്ട് ആയുസ്സിൽ ധന്യത ഉണ്ടാകണം. ദുനിയാവിലും ആഖിറത്തിലും ആയുസ് ഉപയോഗപ്പെടണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ റിസ്ക് വിശാലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റിസ്കിന്റെ ഓർഡർ മീകായിൽ അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു കൈമാറും. ഈ ഒരു വർഷം കൊടുക്കേണ്ട റിസ്ക്, നമ്മൾ റിസ്കിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ വിജയപരാജയങ്ങൾ ഇന്ന് അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിക്കും. ഇവൻ മുഅ്മിനായി മരിക്കണോ കാഫിറായി മരിക്കണോ, ഇവൻ മുഅ്മിനീങ്ങളുടെ അമല് ചെയ്യണോ കാഫിറുകളുടെ അമല് ചെയ്യണോ, അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മളിപ്പം മുഅ്മിനീങ്ങളാ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, അതുകൊണ്ടായി പള്ളിയിൽ ഇരിക്കാനുള്ള യോഗ്യത കിട്ടിയത്. പക്ഷെ ഒരു കാര്യം ഉറപ്പില്ല, നമ്മളിൽ ആർക്കാണ് മുസ്ലിമായി മരിക്കാൻ കഴിയാന്ന് ഉറപ്പില്ല. അല്ലാഹു നമുക്കല്ല ഈമാൻ തന്ന് മരിപ്പിക്കുമാറാകട്ടെ. എന്ന് മരിച്ചാലും പ്രശ്നമല്ല, മുഅ്മിനായി മരിക്കാൻ കഴിയണം. എല്ലാവരും അങ്ങനെ മരിച്ചോളുന്നില്ല. ചില ആളുകൾ കാഫിറായി ജനിക്കും, കാഫിറായി മരിക്കും. ചില ആളുകൾ മുസ്ലിമായി ജനിക്കും, മുസ്ലിമായി മരിക്കും. ചില ആളുകൾ കാഫിറായി ജനിക്കും, മുസ്ലിമായി മരിക്കും. നാലാമതൊരു വിഭാഗമുണ്ട്, മുസ്ലിമായി ജനിക്കും, മുസ്ലിമായി ജീവിക്കും, അവസാനം കാഫിറായി ചാവും, മുർത്തദായി ചാവും. എത്ര ആളുകൾ പോയി. മഹലിൽ അംഗത്തോണ്ട്, പേരൊക്കെയുണ്ട്, പേരൊക്കെ മുസ്ലിമിന്റേതാണ്, പക്ഷെ അവസാനം ഈമാൻ കിട്ടാതെ മരണപ്പെട്ട് മുർത്തദായി പോയ ആളുകളില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അതാണ് ഏറ്റവും പേടിക്കേണ്ടത്. ഈ ഈമാൻ നിലനിർത്തി മരണം വരെ ജീവിക്കാൻ പടച്ചവനോട് ആവശ്യപ്പെടും. അതാണ് ഇന്നത്തെ രാത്രിയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മുഅ്മിനായി ജീവിച്ചിട്ട്, മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഈമാൻ കിട്ടാതെ പോവുക എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആരും മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. നമ്മളോടാ പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹു തന്നൊരു ഈമാനുണ്ട്. ആരും ചോദിച്ചിട്ട് തന്നതല്ല, അപേക്ഷ കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മളെ ഈമാൻ വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിപ്പിച്ചു, ഈമാൻ നിലനിർത്തി. അബൂ താലിബിന് അള്ളാഹ് കൊടുത്തില്ലല്ലോ ഇത്. അബൂ താലിബിന് ഈമാൻ കിട്ടാൻ വേണ്ടി നിബിതങ്ങൾ പോലും ആഗ്രഹിച്ചില്ലേ? അവസാനം ചെന്നിരുന്ന് തടകി കൊടുത്തില്ലേ? മുത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എത്ര ആഗ്രഹമായിരുന്നു നബിക്ക് ആ മുത്താപ്പ ഒന്ന് മുസ്ലിം ആകാൻ. പക്ഷെ അപ്പോഴും ആ മുത്താപ്പ പറഞ്ഞത്, മോനെ നിന്നെ ഞാൻ സംരക്ഷിച്ചു, ഒക്കെ ശരിയാണ്, പക്ഷെ ആ ദീനിലേക്ക് ഞാനില്ല എന്നാ പറഞ്ഞത്. ആ മനുഷ്യന് കൊടുക്കാത്തൊരു ഈമാൻ, പ്രവാചകൻ തടകിയിട്ട് പോലും മുത്താപ്പാക്ക കൊടുക്കാത്തൊരു ഈമാൻ അള്ളാഹ് നമുക്ക് നൽകിയില്ലേ? ഈ ഈമാൻ അബൂലഹബിന് കൊടുക്കാത്തൊരു ഈമാൻ നമുക്ക് നൽകിയില്ലേ? അബൂജാഹിലിന് കൊടുക്കാത്ത, നബിയുടെ അയലോക്കത്ത് ജീവിച്ചിട്ട് അബൂജാഹിലിന് കൊടുക്കാത്തൊരു ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈമാൻ സസ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, ഈ ഈമാൻ ഡിസ്മിസ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തബ്ബത്ത് സൂറത്ത് ഇറങ്ങി. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവനും നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെയും അവന്റെ ഭാര്യയെയും ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇറങ്ങിയപ്പോ അബൂലഹബിന്റെ ഒരു മകൻ, 2 മക്കൾ, നബിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്ന് ഉത്ബത്ത്, മറ്റൊന്ന് ഉത്തൈബത്ത്. മുശ്രിക്കായിരുന്ന സമയത്ത് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 2 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അബൂലഹബിന്റെ 2 മക്കൾ.
ഉത്തുബത്ത് കെട്ടിയത് റുഖിയ ബിവിയാണ്, ഉത്തൈബത്ത് കെട്ടിയത് ഉമ്മു കുൽസൂമിനെയാണ്. നബിയുടെ 2 പൊന്നാര പെൺമക്കളാണ്. പാപ്പാനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയപ്പോൾ അബൂലഹബ് മകൻ ഉത്തുബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ മുഹമ്മദിന്റെ ഖുർആനിൽ എന്നെ ആക്ഷേപിച്ചുകൊണ്ട്, എന്റെ ഭാര്യയെ ആക്ഷേപിച്ചു, നിന്റെ ഉമ്മാനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്ത് സൂറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിന്റെ ഭാര്യയെ തലാക്കിയല്ല. മകളെ തലാക്കിയല്ലേ മുഹമ്മദിനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഉത്തുബത്ത് തയ്യാറായില്ല, ഉത്തുബത്തിന് തയ്യാറായില്ല. പക്ഷെ പിൽക്കാലത്ത് ഉത്തുബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ തലാക്കിയില്ലുന്നുണ്ട്. വന്നജ്മി ഇദാ ഹവാ എന്ന സൂറത്തിറങ്ങി, സൂറത്തുൻ നജ്ം. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ എന്നുള്ള സൂറത്തിറങ്ങി. ആ സൂറത്തിൽ ലാത്ത ഉസ്സ പോലെയുള്ള വിഗ്രഹങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്. ആ സൂറത്തിൽ ഈ സൂറത്തിറങ്ങിയപ്പോൾ ഉത്തുബത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഉത്തുബത്ത് ചെന്ന് നബിയോട് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ കൂടി നിന്റെ മകളെ കല്യാണം കഴിച്ച ഒരു മരുമകനായി ജീവിച്ചു. പക്ഷെ ഈ സൂറത്തിൽ ഇറങ്ങിയ, ഈ സൂറത്തിൽ പറയുന്ന പരാമർശങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലാത്തേനെ മുസ്സേനയ്ക്ക് ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ മുന്നിൽ വെച്ച് പ്രവാചകന്റെ മകളെ തലാക്കിയെല്ലുകയും പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നിന്നെ നന്നായി ഉപദ്രവിക്കും. സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അന്ത്യപ്രവാചകൻ സല്ലല്ലാഹുങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ ഉപദ്രവിക്കും പറയുകയും പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്ത ആദ്യത്തെ ദുഷ്ടനാണ് ഉത്തുബത്ത്. അന്ന് വരെ നബിയുടെ മുഖത്താരും കാർക്കിച്ചു തുപ്പിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. മകളെ വിവാഹം ചെയ്തു കൊടുത്ത മരുമകൻ സൂറത്തുൻ നജ്ം ഇറങ്ങിയപ്പോൾ പ്രവാചകന്റെ മുന്നിൽ വന്ന് അവിടത്തെ പൂമുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അബൂ താലിബ് പോലും നബിയെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ എന്തിനായി കഷ്ടപ്പെടുന്നത്? അബൂ താലിബ് നബിയിൽ വിശ്വസിച്ച ആളല്ല. പക്ഷെ അബൂ താലിബിന് പോലും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂ താലിബ് പറഞ്ഞു, മോനെ, ഈ പരിപാടി നിർത്ത്. ഇങ്ങനെയുള്ളവരോടൊന്നും നീ ഇസ്ലാം പറയാൻ പോകണ്ട. നീ എന്താണ് ഈ അനുഭവിക്കുന്നത്? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുഷ്ടനാണ് ഈ ഉത്തുബത്ത് എന്ന് പറയുന്ന അബൂലഹബിന്റെ മകൻ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, എത്ര സൗഭാഗ്യത്തിലാണ് ആ മനുഷ്യൻ എത്തിയത്. മുത്തനബിയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ട് പോലും, ഈ ദീൻ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള അവസരം കൊടുത്തിട്ട് പോലും അവസാനം ഇസ്ലാമിൽ നിന്ന് മുർത്തദായെന്ന് മാത്രമല്ല, നബി തിരുമേനിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുമ്മുന്ന ദുഷ്ടനായിട്ട് ഉത്തുബത്ത് മാറിപ്പോയെങ്കിൽ മനുഷ്യൻ എത്ര ഉന്നതങ്ങളിലെത്തിയാലും ഒരു വേള താഴോട്ട് പോരാ. അവന്റെ ഈമാൻ നഷ്ടപ്പെടാം, ആരുടെയും നഷ്ടപ്പെടാം. ഇത് നമുക്കൊരു ഗുണപാഠമായി മാറണം. നാം ഇതുവരെ മുഅ്മിനാണ്, നമ്മളിൽ അല്ലാഹു തആല ഈമാൻ നിലനിർത്തി തന്നിട്ടുണ്ട്. അത് മരണം വരെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ ഈമാൻ നഷ്ടപ്പെട്ട് നമ്മൾ മുർത്തദായി കാഫിറായി ചത്തുപോയാൽ എത്തിച്ചേരേണ്ടത് നരകമാണ്. ഈ അവസാനത്തെ 10 സത്യത്തിൽ നരകമോചനത്തിന്റെ 10ആണ്. നരകം എന്ന് പറയും നമ്മൾ തമാശയല്ല, ഇതൊരു കളിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് കാണാൻ പോകുന്നൊരു കളിയാണത് നരകം. നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടയാളാണ് നരകം. നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടയാളാണ്. ജിബ്രീൽ പോലും കാണാത്ത സ്ഥലങ്ങൾ നബിതങ്ങൾ ആ നരകത്തിൽ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിൽ ആദമിന് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഒന്നും ഭൂമിയിലില്ലല്ലോ, എല്ലാം അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഒരു സാധനം കിട്ടാതായി, അത് തീയാണ്. തീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് ഗ്യാസ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും മറ്റേ തീയാണെങ്കിൽ, അടുപ്പിലുണ്ടാകുന്ന തീയാണെങ്കിലും തീയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പറഞ്ഞു വിടുന്നുണ്ട് മാലിക്കിന്റെ അടുക്കിലേക്ക്. മാലിക്കാണ് നരകത്തിന്റെ കാവൽക്കാരൻ. ജിബ്രീലിനോട് പറഞ്ഞു, മാലിക്കിന്റെ അടുക്കൽ ചെന്ന് കുറച്ച് തീ മേടിച്ച് ഭൂമിയിൽ കൊണ്ടുപോയി ആദമിന് കൊടുക്കാൻ പറഞ്ഞു. ഹവ്വയ്ക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ആദ്യമായി ഭൂമിയിലേക്ക് തീ ഇറങ്ങുന്ന ഒരു രംഗമാണ്. മാലിക്കിന്റെ അടുക്കൽ ചെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം തീ ആവശ്യപ്പെട്ടു. മാലിക് ചോദിച്ചു, എത്ര തീ വേണം? നരകത്തിൽ തീയാണല്ലോ ഉള്ളത്, എത്ര തീ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ജിബ്രീലിന് തോന്നിയത് ഒരു ഈത്തപ്പഴത്തിന്റെ അത്രയും ചോദിക്കാമെന്ന്. ഒരു ഈത്തപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള തീ തരാൻ വേണ്ടി പറഞ്ഞു. മാലിക് പറഞ്ഞത് സാധിക്കൂല, അത്ര തീയുമായി ഭൂമിയിലേക്ക് പോയാൽ അത് ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള തീയാണ് ചോദിച്ചത്. അതിനാണ് ഒരു ഈത്തപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള തീ കൊടുത്തിട്ട് അത് സാധിക്കൂല, അത് പോരാ, അത് പറ്റൂല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ ഒരു കുരുവിന്റെ അത്ര. അപ്പോൾ മാലിക് പറഞ്ഞു, അതൊന്നും പറ്റൂല, അത്രയും തീയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല മനുഷ്യന്, അത് മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. അവസാനം പറഞ്ഞു, എന്നാൽ നമുക്ക് പടച്ചവനോട് ചോദിക്കാം. അവിടെ അള്ളാഹു ആണ് തീരുമാനം പറഞ്ഞു. മിസ്കാലു ദർറ, ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുമണി തൂക്കം നമ്മൾ പറയാം. അന്ന് അണുമണിയൊന്നുമില്ല. ഏറ്റവും ചെറിയ ഉറുമ്പിനാണ് അറബികൾ ദർറത്തെന്ന് ഉപയോഗിക്കുക. ഏറ്റവും ചെറിയൊരു ഉറുമ്പിന്റെ വലിപ്പത്തിലുള്ള, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു അണുവിന്റെ വലിപ്പത്തിലുള്ള ഒരു തീയാണ് ഭൂമിയിലേക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത്. അത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വെള്ളത്തിൽ 70 പ്രാവശ്യം കഴുകിയെന്ന് തിരുനബി പറഞ്ഞു.
70 പ്രാവശ്യം അത് കഴുകിയിട്ട് ഭൂമിയിലൊരു മലയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ മല അതോടുകൂടി കത്തിച്ചാമ്പലാവുകയും അതിൽ നിന്ന് കല്ലുകളിലേക്ക് മരങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത ആ തീയിൽ നിന്നാണ് ഇന്ന് കരണ്ട്, ഇന്ന് കാണുന്ന ഗ്യാസ്, മറ്റു തീകള്, ലോകാവസാനം വരെ മനുഷ്യൻ ഉപയോഗിക്കുന്ന തീ എന്ന് പറയുക. ഇതാണ് നരകം. ഈ അതിശക്തമായി കത്തിക്കാളിക്കപ്പെടുന്ന ഒരു നരകത്തിലേക്കാണ് നമ്മൾ ഈമാൻ കിട്ടാതെ മരിച്ചുവൽ എത്തിപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത്, ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അള്ളാഹു ഈമാൻ നിലനിർത്തി തന്നെ. ദീർഘായുസിനേക്കാൾ പ്രധാനം ഈമാൻ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ റിസ്കിന്റെ വിശാലതയ്ക്ക് വേണ്ടി, നമ്മുടെ ആഫിയത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ് ഇന്ന്. മൻകാമ റമദാന മൻകാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ. ഖദറിന്റെ രാത്രിയിൽ ആർക്കെങ്കിലും നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകി ശുദ്ധമാക്കി ഒരു പുതിയ മനുഷ്യനായി തീരാൻ കഴിയുന്ന അതിപ്രധാനമായ ഒരു രാത്രിയിലാണ് നമ്മളുള്ളത്. ഈ രാത്രി നമ്മൾ എന്ത് വേണം? പ്രധാനമായും നമ്മൾ തൗബയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം, പശ്ചാത്താപത്തിലൂടെ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്നാണ് ഖദറിന്റെ രാത്രി എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, നീ പറയണം, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നത്തെ രാത്രി ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആ ഇതാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഇന്നക അഫുവൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനൊന്നും അർഹനല്ല, എന്നാലും നീ മാപ്പ് ചെയ്യുന്ന ആളാണല്ലോ. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് ചെയ്യുന്നത് വലിയ ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, അല്ലാഹുവേ, എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കണമേ. ഈ പ്രാർത്ഥനയാണ് നമ്മൾ പടച്ചവനോട് അധികമായി പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ രാത്രിയുടെ പുണ്യം കിട്ടാത്ത 4 ആളുകളുണ്ട്. അവർ ഈ പള്ളിയിൽ നേരം വെളുക്കുന്നവരെ ഇരുന്നാലും, തലകുത്തി മറിഞ്ഞാലും, നേരം വെളുക്കുന്നവരെ സുജൂദി കിടന്നാലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത 4 വിഭാഗം ആൾക്കാരുണ്ട്. ആ 4 വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിരിക്കൽ തിരുത്തുക, അല്ലെങ്കിൽ സമയം കളാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. ഒന്ന്, ആക്കുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ. എന്നെ കൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, അവർ നമ്മളിൽ തൃപ്തരല്ലെങ്കിൽ, 1000 ലൈലത്തുൽ ഖദ്ർ നേടിയാലും പടച്ചുകൊണ്ടെടുക്കലൊരു പുണ്യം ഉണ്ടാവില്ല, ഒന്നും നേടൂല. മാതാപിതാക്കളെക്കാൾ വലുതല്ല ലൈലത്തുൽ ഖദ്ർ, മാതാപിതാക്കളെക്കാൾ വലുതല്ല. അതുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും മക്കളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, ആ ഫോൺ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ച് ക്ഷമ ചോദിച്ച്, മാപ്പ് ചോദിച്ച്, പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ഈ പള്ളിയിലിരുന്നാലേ ഈ ഇരുത്തം പ്രയോജനപ്പെടുള്ളൂ. അല്ലെങ്കിൽ വല്ലാഹി തമ്പുരാനാണ് സത്യം, ഈ ഇരുത്തത്തിനൊരു ഫലം ഉണ്ടാവില്ല. അള്ളാഹു വില കൽപ്പിക്കുന്ന ലൈലത്തുൽ ഖദറിനേക്കാൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിനാണ്. ശ്രദ്ധിക്കുക. രണ്ടാമത്, ഖാത്തിഉർ റഹം, കുടുംബബന്ധം മുറിക്കുന്നവർ. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുമായി, പെങ്ങന്മാരുമായി, കൂടപ്പുറപ്പുകളുമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ ബന്ധം മുറിച്ച് കഴിയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ സദസ്സിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു പ്രാർത്ഥനയുടെ സദസ്സിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സദസ്യരോട് പറയുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കില്ല. ഞാൻ ചുരുക്കി പറയാണ്, കുടുംബ ബന്ധങ്ങൾ ആരെങ്കിലും അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഫോൺ കയ്യിലുണ്ടാകും, വിളിച്ച് ബന്ധങ്ങൾ ചേർക്കുക, ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി നമ്മുടെ ഈഗോ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ ഈ കാണുന്ന ഖബറിലേക്ക് വന്നു കിടക്കേണ്ടവരാണെന്ന ചിന്ത ഉണ്ടാകുക. ഈഗോയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഖബറിൽ രക്ഷയുണ്ടാവില്ല. ഈ എല്ലാ ഈഗോയും ഈ ഖബറോടുകൂടി അവസാനിക്കും. ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ നിങ്ങളുടെ അഹങ്കാരം ഉണ്ടാവുള്ളൂ മനസ്സിൽ, അവിടെ വെച്ച് നിങ്ങളുടെ അഹങ്കാരം അവസാനിക്കും. മൂന്നാമത്തത് ഷാരിബുൽ ഖംറാണ്, മദ്യപാനികൾ, ലഹരി ഉപയോഗിക്കുന്നവർ, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ. ഈ രീതി ഏതെങ്കിലും ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെടുന്ന എന്റെ യുവ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് സദസ്സിലിരുന്നാലേ അതുകൊണ്ട് നിങ്ങൾക്ക് പുണ്യം ഉണ്ടാവുകയുള്ളൂ. അതിപ്രധാനമായൊരു കാര്യം, ഷിർക്ക് ചെയ്യുന്ന ആൾ, മുശ്രിക്കങ്ങൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, പക്ഷേ പലപ്പോഴും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റുകൾ, ഷിർക്കുകൾ നമ്മൾ സംഭവിച്ചു പോകാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മുക്തരാവുകയും പടച്ചവനോട് തൗബ ചെയ്യുകയും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞുകൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന സൗഭാഗ്യം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അത് ലഭിച്ചു കഴിഞ്ഞാൽ അറിയാനുള്ള ചില അടയാളങ്ങൾ കൂടി പ്രവാചകൻ പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അവന് തന്നെ അറിയാൻ കഴിയും. അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ ഒരു കിടിലം ഉണ്ടാകും. മനസ്സിനൊരു കിടിലം, എന്തോ ഒരു അവസ്ഥ മനസ്സിനുണ്ടാകും. അത് അവനവൻ അനുഭവിച്ചാലേ പറഞ്ഞു തരാൻ പറ്റിയൊരു കാര്യമല്ല. 2, അവന് രോമാഞ്ചം ഉണ്ടാകും. ലൈലത്തുൽ ഖദ്ർ ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ, ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിന് അതിന്റെ മാറ്റം ഉണ്ടാകും, അവന് രോമാഞ്ചം ഉണ്ടാകും, അവന്റെ മനസ്സിൽ അതിന് വലിയൊരു മാറ്റം ഉണ്ടായിത്തീരും.
അവന്റെ ഹൃദയം ലോലമായി തീരും. ഇതൊക്കെ അതിന്റെ അടയാളങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ കഴിയുന്നത്ര സുബഹി വരെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ശ്രമിക്കുക. ഇരിക്കുന്ന ആളുകൾ പള്ളിയുടെ ആദാബുകൾ പാലിക്കണം. പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. നിങ്ങൾ ഇവിടെ ഇരുന്ന് വീട്ടിൽ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഉള്ള ഇബാദത്ത് നഷ്ടപ്പെടുത്തരുത്. പള്ളിയിലിരുന്ന് സംസാരിച്ചാൽ ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. രണ്ടുപേര് പള്ളിയിലിരുന്ന് സംസാരിക്കുമ്പോൾ മലക്ക് വന്ന് പറയുന്ന ഉസ്കുത്ത് യാ വലിയല്ല, പടച്ചന് ഇഷ്ടപ്പെട്ട മനുഷ്യനെ മിണ്ടാതിരിക്കുക, പള്ളിയല്ലേ അല്ലാണ്ട് വീടല്ലേ എന്ന് ആദ്യം മലക്കുകൾ പറയും. നമ്മൾ കേൾക്കൂല. എന്നിട്ട് നമ്മൾ സംസാരം തുടരുകയാണെങ്കിൽ മലക്ക് വീണ്ടും വിളിച്ചു പറയും ഉസ്കുത്ത് യാ അതുവല്ല, പടച്ചോന്റെ ശത്രു മിണ്ടാതിരിക്കുക, പള്ളിയല്ലേ. എന്നിട്ടും സംസാരം തുടർന്നാൽ മലക്കുകൾ പറയും ഉസ്കുത്ത് അലൈക ലഅനത്തുള്ള, മിണ്ടല്ലേ, നിന്റെ മേൽ പടച്ചോന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് പള്ളിയുടെ ആദാബുകൾ പാലിച്ച് പള്ളിയിൽ കഴിഞ്ഞുകൂടുക. ഇത്തിക്കാഫിന്റെ നിയ്യത്തിലായി പരിശുദ്ധ ഖുർആൻ ഓതുക, നമസ്കരിക്കുക. തസ്ബീഹ് നമസ്കരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, ദുആ ചെയ്യാം, ഖബർ സിയാറത്ത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ യാസീനോദി പ്രാർത്ഥന നിർവഹിക്കും കൂട്ടമായിട്ട്. അതിനുശേഷം നിങ്ങൾ വ്യക്തിപരമായി ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള നിങ്ങളുടെ ഇബാദത്തുകൾ പൂർത്തീകരിക്കുക. ഇൻഷാ അല്ലാഹ് യാസീന് ശേഷം തഫ്സീർ നമസ്കാരത്തിന്റെ രൂപം നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന സൗഭാഗ്യം അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്ർ സക്കാത്തിന്റെ കാര്യം ഒന്ന് ഉണർത്തുകയാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി ഫിത്ർ സക്കാത്ത് കളക്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണ്. അത് കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ പകലുമായിട്ട് കൊടുത്തു തീർക്കണമെന്ന് അറിയിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ എഴുതി തന്നവരുണ്ട്, എഴുതാതെ തന്നെ പറഞ്ഞ ആളുകളും ധാരാളമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതിനുമുമ്പ് ഒന്ന് വായിച്ചേക്കാം. മരണപ്പെട്ടുപോയ ഭാര്യയ്ക്കും പിതാവിനും വേണ്ടി ദുആ ചെയ്യാനും മാതാവിന്റെ അസുഖം ശിഫയാകാനും വേണ്ടി ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ. വർഷങ്ങളായി തരിക്കഞ്ഞി വെച്ച് നൽകുന്ന മരണപ്പെട്ടുപോയ അബ്ദുൽ ഹമീദ് കാടാപുരം. അതുപോലെ മാൾട്ടയിലുള്ള ഒരു സഹോദരന് വേണ്ടി നമ്മൾ 2 ആഴ്ച ദുആ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖം ഏകദേശം നന്നായിട്ട് പുരോഗതി വന്നിട്ടുണ്ട്. അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മോൾക്ക് നല്ല കല്യാണമൊന്നും വരുന്നില്ല, അത് ഒത്തുവരാൻ വേണ്ടി അള്ളാഹു ആ കുട്ടിക്ക് പറ്റിയൊരു ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ജുനൈദ് എന്ന് പറയുന്ന മറ്റക്കാടുള്ളൊരു സഹോദരൻ, നമുക്കറിയാം ഒരു യുവാവാണ്. അദ്ദേഹം RCCയിലെ ചികിത്സയിലാണ്. നമ്മൾ 2 പ്രാവശ്യം നന്നായി പ്രാർത്ഥിച്ചിരുന്നു. കാര്യമായ പുരോഗതി ആ ചെറുപ്പക്കാരന്റെ വിഷയത്തിലുണ്ട്. ഇപ്പൊ നാളെ അദ്ദേഹത്തിന്റെ നട്ടലിൽ നിന്നൊരു ഭാഗം എടുത്ത് അതിൻ്റെ ഒരു ടെസ്റ്റിലൂടെ വിധേയമാക്കുകയാണ്. അള്ളാഹു അതിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായ ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ രോഗിയായി കിടക്കണ പ്രശ്നം, അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹു അദ്ദേഹത്തിന് ഉചിതമായൊരു ജോലിയും നല്ലൊരു വരുമാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ അല്ലാതെ തന്നെ എഴുതാതെ തന്നെ എന്നോട് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പടച്ചവനെ നിനക്കറിയാം, എല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ രാത്രിയുടെ ബറക്കത്തുകൊണ്ട് എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാഹ്. അങ്ങ് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم